ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ആൻഡ്രോയിഡ് ഫോൺസ് ലോക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ നമ്മുടെ സിമ്മിൻ്റെ പേരും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ഫോൺ ലോക്കാക്കി നോക്കിയപ്പം ആ ഒരു പേരും കാര്യങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല. ഇപ്പം ആ ഒരു സിം ഏത് കമ്പനിയുടെ ആണ് എന്നുള്ളതൊക്കെ മുകളിൽ എഴുതി കാണിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു സെറ്റിങ്സ് നമുക്ക് എനേബിൾ ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അതെങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്താൽ നമുക്ക് ഡിസ്പ്ലേ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ കൺട്രോൾ സെൻറ്റർ ആൻഡ് നോട്ടിഫിക്കേഷൻ ഷെയ്ഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഷോ കാരിയർ വെൻ ഡിവൈസ് ഈസ് ലോക്ക്ഡ് എന്നുള്ളത് കാണാൻ പറ്റും. ചിലപ്പം അത് ഓഫായിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. ജസ്റ്റ് അത് ഓണാക്കി കൊടുക്കുക. പിന്നെ ബ്രാൻഡുകൾക്ക് അനുസരിച്ചിട്ട് ഈ സെറ്റിങ്സിൽ ഡിഫറൻസ് വരുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് സെർച്ച് സെറ്റിങ്സ് എന്നുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് കാരിയർ എന്നുള്ളത് സെർച്ച് ചെയ്യുക. അത് സെർച്ച് ചെയ്താൽ നമുക്ക് ഇതുപോലുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഷോ കാരിയർ വെൻ ഡിവൈസസ് ലോക്ക്ഡ് എന്നുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ആ ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. അത് ഓണാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഫോൺ ലോക്കാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഏത് സിമ്മാണ് എന്നുള്ളത് കാണാൻ പറ്റും. അപ്പം ഈ ഒരു സെറ്റിങ്സ് ഇങ്ങനെ എനേബിൾ ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.